ഹായ് ഫ്രണ്ട്സ്, ഇർഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ പുതിയതായിട്ട് തുറന്ന എക്സിറ്റുകളും എൻട്രികളുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ചുങ്കം ഭാഗത്ത് ചെറിയൊരു വിഷയമുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇന്ന് പുതിയതായിട്ട് ഓപ്പൺ ആയി. അപ്പോൾ ഒന്ന് പുതിയതായിട്ട് ഓപ്പൺ ആയി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെട്ടിച്ചിറ കഴിഞ്ഞ് നമ്മൾ നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ നിന്ന് ഒരു എൻട്രി ആറുവരിപ്പാതിലേക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെനക്കൽ ഭാഗത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കോഹിനൂർ ഭാഗത്തൊക്കെ പുതിയ എക്സിറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിന്ന് വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ കൂടെ നേരെ നമ്മൾ ചുങ്കം ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ സർവീസ് റോഡ് 2 വേ ആണോ 1 വേ ആണോ എന്നറിയാത്ത രീതിയിലാണ്. ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും വാഹനങ്ങൾ വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് വീതി കുറച്ച് കുറവാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആളുകൾ മുഴുവനായിട്ടും ടാർ ചെയ്ത റോഡ് കൂടെ പോകുന്നത്. അതുപോലെ തന്നെ നേരെ മറുഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾ പൂർണ്ണമായിട്ട് ഡ്രൈനേജിൻ്റെ മുകളിൽ കൂടെ ആയിട്ട് വരുന്നത്. അത് അവരൊരു സേഫായിട്ട് കരുതിയോണ്ടാണ് അങ്ങനെ വരുന്നത് തോന്നുന്നു. പക്ഷേ എന്തൊക്കെയായാലും ഇപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എവിടെയും 2 വേ ആണോ 1 വേ ആണോ എന്നൊരു കൺഫേം ആവാത്ത രീതിയിലാണ്. ഇതിന് മുൻപ് സർവീസ് റോഡെല്ലാം 1 വേ ആണെന്നുള്ളൊരു ഇത് വന്നിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് കാര്യമായി ചർച്ചകളൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്താണ് ഇപ്പോഴും ജനങ്ങൾ ഒരു എന്താ പറയുക, ഒരു തീരുമാനമില്ലാത്ത രീതിയിലാണ് ഈ സർവീസ് റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നത്. ശരിക്കും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേയും MVDയും നമ്മളെ ഗതാഗത മന്ത്രിക്ക് ഇടപെട്ടിട്ട് ഇത് 1 വേ ആണോ 2 വേ ആണോ എന്നൊരു തീരുമാനം എടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് വേണം. അല്ലെങ്കിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ ഇനിയും സർവീസ് റോഡിൽ ഉണ്ടാവുന്നതാണ്. ഇവിടെ ബോർഡുകൾ സ്ഥാപിച്ചാൽ മതി 1 വേ എന്നുള്ളത്. ഇവിടെ റോഡിലൊക്കെ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് 1 വേ എന്നുള്ള രീതിയിൽ. പക്ഷേ അതൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം പുതിയതായിട്ട് ഓപ്പണായ ഒരു എൻട്രി സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതിലേക്കുള്ള എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെട്ടിച്ചിറ സർവീസ് റോഡ് കൂടെ വന്നു കഴിഞ്ഞിട്ട് ചുങ്കം വയഡക്റ്റ് എത്തുന്നതിന് മുൻപായിട്ടാണ് ഒരു എൻട്രി കൊടുത്തിരിക്കുന്നത്. അത് ഈ അടുത്ത് ഓപ്പൺ ആയതാണ്. കാരണം കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിട്ടിരുന്നു. പിന്നീട് അത് ക്ലോസ് ചെയ്താട്ടോ. പക്ഷേ ഇവിടുത്തെ കുറേ വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ജനങ്ങൾക്ക് മറുഭാഗം പോകണമെന്നുണ്ടെങ്കിൽ കുറേ കറങ്ങി തിരിഞ്ഞ് പോകണം. അതുപോലെ തന്നെ ഇവിടുന്ന് സർവീസ് റോഡിൽ കൂടെ വരുന്ന ആളുകൾ നേരെ പിന്നീട് നമ്മളെ ഈ ചുങ്കം ടൗണിൽ കൂടെ ഒക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും പുത്തനത്താണി ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് അവർക്കൊരു ആറുവരിപ്പാതിലേക്ക് എൻട്രി കിട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഇവിടെ ഒരു എൻട്രി തുറന്നു കൊടുത്തു. പിന്നെ ഈ സർവീസ് റോഡിൽ കൂടെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെട്ടിച്ചിറ ടോൾ കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ വരുന്ന ആളുകൾക്ക് കാടാമ്പുഴ റോഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവർ ഈ ചുങ്കം വയഡക്റ്റിൻ്റെ അടിഭാഗത്തൂടെ കറങ്ങി പോകണം. അതാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷെ അത് ഒഴിവാക്കി അതിനൊരു മടി വിചാരിച്ചിട്ടാണ് ഇവർ നേരെ ബാക്കിലേക്ക് പോവാണ്. വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് നിന്ന് നേരെ കട്ട് ചെയ്യാനുള്ള രീതിയിൽ. അതൊക്കെ വളരെയധികം അപകടം സൃഷ്ടിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോളിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ അടുത്തുപോലെ അവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ അതിനൊക്കെ നമ്മളെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ MVDയും നമ്മളെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററൊക്കെ അതിന് തീരുമാനം ഉണ്ടാക്കും. നാഷണൽ ഹൈവേ ഒക്കെ എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. കാരണം അത്രത്തോളം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ടോൾ പ്ലാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് തുറന്ന നമ്മളെ വെട്ടിച്ചിറ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പുത്തനത്താണി ഭാഗത്തേക്ക് പോകുമ്പോൾ സർവീസ് റോഡ് ചേർന്നിട്ടില്ല. അപ്പോൾ ഇതിന് മുൻപ് ആദ്യം നമ്മളിങ്ങനെ ഈ പാലത്തിൻ്റെ അടിഭാഗമുണ്ട്. ഈ പാലത്തിൻ്റെ അടിഭാഗത്തൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് വാഹനങ്ങളൊക്കെ പോയിരുന്നത്. അപ്പം വെട്ടിച്ചിറ ഭാഗത്ത് നിന്ന് കയറുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് വെച്ചാൽ ടോൾ കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡ് കൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഒരു എൻട്രി ആറുവരിപ്പാതിലേക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും പല ആളുകളും പക്ഷേ ബസ്സുകാർ കുറേ പേരട്ടെ അല്ലാതെ എന്ന് പറയുന്നില്ല, ചില വാഹനങ്ങളൊക്കെ ശരിക്കും ഇതിൽക്ക് പോകേണ്ട ബസ്സുകളുണ്ടല്ലോ, ആ ബസ് ഇവിടുന്ന് നേരെ കയറിയിട്ട് പിന്നീട് അവർ എക്സിറ്റ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചുങ്കം വയഡക്റ്റ് ഉണ്ട്. ഈ വയഡക്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സിറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ട്. കാരണം അവിടുന്ന് വന്ന് ബസ് കാത്തു നിൽക്കുന്നത് അപ്പുറത്ത്. കാരണം ഈ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡ് പാലത്തിൻ്റെ അടിഭാഗത്തോടെയാണ് പോകുന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു വാഹനം വരുന്നുണ്ട്. KSRTCക്ക് നേരെ നെച്ചൂരാണ് പോവുക. ഇപ്പോൾ ഈ വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനമാണ്. ഇത് ശരിക്കും പോകേണ്ട നേരം ഇങ്ങനെയാണ് പോകേണ്ടത്. ഇങ്ങനെ പോയിട്ട് പാലത്തിൻ്റെ ഭാഗത്തോടെ കറങ്ങി പോകണം. അപ്പോൾ ഇതൊക്കെ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. വാഹനങ്ങൾ നേരെ ഇതിൻ്റെ മോൾ ഭാഗത്തോടെ കയറി പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ നേരെ ഈ പാലത്തിൻ്റെ ഭാഗത്തോടെ കറങ്ങിയിട്ട് അപ്പുറത്തോടെ പോയിട്ട് മറുഭാഗം കയറിയിട്ട് ആ സർവീസ് റോഡോടെ പോവുക. പക്ഷേ ഇതിന് ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ അവിടെ കുറേ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ പിന്നീട് അത് മോൾ ഭാഗത്ത് കയറണം. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് വന്നു. ഇപ്പോൾ ഈ ബസ് തന്നെ പോകുന്ന നോക്കി നിങ്ങൾ ഇത് നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ശരിക്കും ഇങ്ങനെയല്ല ഇവർ പോയിരുന്നത്. ഇവർ ആദ്യം പോയിരുന്നത് ഈ വഴി കൂടെ പോയിരുന്നത്. ഇപ്പം നേരെ ഇവിടെ ഓപ്പൺ ആക്കിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇതിലൂടെ കടന്നു പോകുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വെച്ചാൽ വലിയ ബസ്സുകൾ അവർ നേരെ ചെറുത്ത് ആറുവരിപ്പാതിൻ്റെ മോൾ ഭാഗത്ത് കയറിയിട്ടാണ് ചുങ്കം വയഡക്റ്റിൻ്റെ മോൾ ഭാഗത്തോടെ കയറിയിട്ട് പിന്നീടാണ് പുത്തനത്താണി ടൗണിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആളുകൾക്ക് വാഹനം കാത്തു നിൽക്കാനും അവർക്കുള്ള ബസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിൽ വേറൊരു കാര്യം ഇവിടെ, കാരണം ഈ സർവീസ് റോഡ് പൂർണ്ണമായിട്ട് നേരെ പാലത്തിന് സൈഡ് കൂടെ പോകുന്നില്ല.
ഇത് കറക്റ്റ് വന്നിട്ട് നേരെ പാലത്തിലൂടെ ഇങ്ങനെ യൂട്ടേൺ എടുത്തിട്ട് പഴയ ചുങ്കം ടൗണിൽ കയറിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ വലിയ ബസ്സുകളുണ്ടല്ലോ അവർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതിന് മുമ്പ് ഇതേമാതിരി വാഹനങ്ങളിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനെ വളഞ്ഞ് പോകുമ്പോഴുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പാലത്തിനാണ് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നേരെ സർവീസ് റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബസ്സുകൾക്ക് നേരെ കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റും. ഈ ഒരു വളവ് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുകയാണെങ്കിൽ സർവീസ് റോഡ് വരികയാണെങ്കിൽ നേരെ ബസ്സുകൾ ഇതിന് മുകൾ ഭാഗത്തോടെ പോകുന്നതായിരിക്കും. ഇവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് എൻട്രി 6 വരെ പാതിയിൽ ഇട്ടെടുത്തു. പക്ഷെ അത് വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ബസ്സുകളൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്തോടെ പോകുന്നത് വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് വയഡക്റ്റ്. ഈ വയഡക്റ്റിൻ്റെ നിർമ്മാണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനൊക്കെ ഫുൾ വീഡിയോ വെച്ചാൽ ഈ വയഡക്റ്റ് നിർമ്മിക്കുന്ന തുടക്കം മുതലുള്ള വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലായ നിഷാദ് പടിഞ്ഞാറ്റുമുറിയിലുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ടാവും. അതൊക്കെ ഒന്ന് കണ്ടു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ഈ വയഡക്റ്റിൻ്റെ അടിഭാഗം. ഇവിടെ നല്ല താഴ്ന്ന പ്രദേശമായിരുന്നു. അപ്പോൾ ഈ താഴ്ന്ന പ്രദേശം അതുപോലെ തന്നെ ചെരിവുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇതുപോലുള്ള വയഡക്റ്റ് നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വയഡക്റ്റ് വന്നുകൊണ്ട് വേറൊരു വിഷയം ഉണ്ടായ വെച്ചാൽ നമ്മളെ ചുങ്കം ടൗൺ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സർവീസ് റോഡ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. വലിയ ബസ്സൊക്കെ വരുന്ന സമയത്ത് അവർക്കിവിടെ വളയ്ക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞവർ. പിന്നീട് ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഈ സർവീസ് റോഡ് പോകുന്നത്. ഇങ്ങനെ പോകും. ഇവിടെ നേരെ പഴയ ചുങ്കം ടൗണിലേക്കാണ് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വയഡക്റ്റിൻ്റെ അടിഭാഗം. അത് നേരെ കാണുന്നുണ്ടല്ലോ അവിടെ അത് പിന്നീട് ഇങ്ങനെ വന്ന് ചേർന്ന് സർവീസ് റോഡ് കേട്ടോ. അപ്പോൾ അപ്പുറത്തൊന്നുമില്ല. ഇവിടുന്ന് കറക്റ്റ് സർവീസ് റോഡ് ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയം തന്നെയുള്ളൂ. പക്ഷെ അപ്പുറത്ത് ആ ഭാഗത്താണ് കുറച്ച് മണ്ണിട്ട് പൊന്തിച്ച് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയാണെങ്കിൽ കറക്റ്റായിട്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഡ്രൈനേജിൻ്റെ കാര്യമുണ്ട്. കാരണം നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ ഇത് താഴ്ന്ന പ്രദേശമാണ്. മുകളിൽ നിന്ന് വെള്ളം നേരെ കുത്തിയൊലിച്ച് ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴത്തൊക്കെ വീടുകളുണ്ട്. കണ്ട് ഇങ്ങനെ വന്നിട്ടാണ് വെട്ടിച്ചിറ തിരുനാവായ തിരൂരിൽ നിന്ന് ഇവിടുന്ന് പിന്നെ ലെഫ്റ്റ് എടുക്കുക ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് പരിപാടി. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നേരെ വെട്ടിച്ചിറ ഭാഗങ്ങളാണ്. ഇതാണ് പഴയ നമ്മുടെ ചുങ്കം ടൗണ്. ഒരു കാലത്ത് രാവിലെ രാത്രി എന്നില്ലാതെ ഏറ്റവും കൂടുതൽ തിരക്ക് ഉണ്ടായിരുന്നൊരു ടൗണാണിത്, ഈ ചുങ്കം വയഡക്റ്റ് വരുന്നതിന് മുൻപായിട്ട്. കാരണം രാത്രികളിൽ ഇവിടെ ഇഷ്ടംപോലെ ബേക്കറികളും അതുപോലെ തന്നെ കഫേകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആളുകൾ ചായ അടിച്ചിട്ടാണ് പോയിരുന്നത് കേട്ടോ. ഇപ്പോൾ ആ വയഡക്റ്റ് ഓപ്പൺ ആയ ശേഷം വലിയ തിരക്കൊന്നുമില്ല. കാരണം ഇതൊരു സർവീസ് റോഡ് നല്ല രീതിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വാഹനങ്ങളും ദീർഘദൂര വാഹനങ്ങളൊക്കെ നേരെ പിന്നീട് നമ്മുടെ എന്താ പറയുക ചുങ്കം വയഡക്റ്റിന് മുകൾ ഭാഗത്തൂടെ പോകാട്ടോ. ഇങ്ങനെയാണ് സർവീസ് റോഡ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. എന്നിട്ട് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഇവിടെ നിന്നാണ് പിന്നീട് കണ്ട കോട്ടയ്ക്കൽ, തിരൂർ, പുത്തനത്താണി, തിരുനാവായ ഇവിടുന്ന് താഴത്ത് കയറണം. അപ്പോൾ ഈ ഒരു ഇറക്കവും ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടാണ് വാഹനങ്ങൾ നേരെ പോകുന്നത് കേട്ടോ. അതേസമയം നേരെ ആ സർവീസ് റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ നോക്കിയാൽ നിങ്ങൾ കുറച്ച് ദൂരമുള്ളൂ. ആ സർവീസ് റോഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഇവിടെ വന്ന് കയറാനും അങ്ങോട്ടും പോകാനും സാധിക്കുന്നതാണ്. ഇതാണ് സർവീസ് കറക്റ്റ് ഇങ്ങനെയാണ് ഇറങ്ങി വരേണ്ടത്. ഇവിടെ നിന്ന് പിന്നെ അപ്പം ഇവിടുത്തെ ജനങ്ങൾക്ക് ബസ് കാത്ത് നിൽക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറേ ജനങ്ങൾ താമസിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ കാണുന്ന സർവീസ് റോഡ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയ കുറേ വീടുകളൊക്കെ ഉണ്ട്. അവർക്ക് ഏക ആശ്രയം ഈ റോഡാണ്. പിന്നെ ഇവർ വന്ന് നേരെ നിൽക്കുന്നത് ഇവിടെയൊക്കെ തന്നെയാണ് ബസ് കാത്തിരുന്നിരുന്നത്. അപ്പോൾ നമ്മൾ ആ ചുങ്കം വയഡക്റ്റിന് എത്രയും മുൻപായിട്ട് ആ എൻട്രി അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് മുൻപ് എല്ലാ വാഹനങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ വെട്ടിച്ചിറ ടോൾ കഴിഞ്ഞ് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ കാടാമ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊക്കെ പിന്നീട് വരേണ്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുങ്കം വയഡക്റ്റ് കഴിഞ്ഞിട്ടാണ് ഒരു എക്സിറ്റ് വരുന്നത്. എന്നുവെച്ചാൽ ഇവിടെ കണ്ട നിങ്ങൾ ഇവിടെ ഇടത് ഭാഗത്താണ് എക്സിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ പോയിട്ട് പിന്നീട് പുത്തനത്താണി ഓവർപാസ് മുഖാന്തരം മറുഭാഗം കടന്നിട്ടാണ് അവർക്ക് പിന്നീട് കാടാമ്പുഴ ഭാഗത്തേക്ക് പോകാൻ പറ്റുക. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നും ചെയ്തു. പക്ഷെ അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായും ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് എത്ര വാഹനങ്ങളാണ് കറക്റ്റായിട്ട് ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് പോകുന്നത്. കാരണം ആ സൈഡിൽ വന്ന ട്രാക്ക് ഉണ്ട്, അതാണ് ആക്സിലറേഷൻ ട്രാക്ക്. അതിൽ കൂടെ ഇറങ്ങി പോകുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ. പിന്നെ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2 ഭാഗത്ത് വർക്ക് വന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ചെനക്കൽ ഭാഗമാണ്. അവിടെ വർക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മമ്മാലിപ്പടി ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, എന്ന് വെച്ചാൽ കോട്ടക്കൽ ബൈപ്പാസ് ആണ്. അപ്പം നമ്മൾ നേരെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് പാലച്ചിറമാടുണ്ട്. പാലച്ചിറമാട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത്.
അപ്പോൾ അതിൽ വരുന്ന സമയത്ത് പാലച്ചിറമാട് വയഡക്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നീട് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വരുന്നത്. അപ്പോൾ ഈ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നീട് നേരെ കോട്ടക്കൽ ടൗണിലേക്ക് കയറാനുള്ള ഒരു എക്സിറ്റ് അവിടെയുള്ളത്. അപ്പോൾ നേരെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കോട്ടക്കൽ ടൗൺ എടരിക്കോട്, കോട്ടക്കൽ ടൗൺ, അരുവേശാല അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സിറ്റ് എടുക്കും. ഇവിടെ റാമ്പ് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സിറ്റ് എടുക്കുന്ന സമയത്ത് ഈ മമ്മാലിപ്പടി ജംഗ്ഷൻ ഒരു കൺജസ്റ്റഡ് ഏരിയ ആണ്. കാരണം ഒരു ടീം ആദ്യമാണ്. കാരണം എടരിക്കോടിൽ നിന്നും തിരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലേക്ക് കറക്റ്റ് കുത്തനെ ആയിട്ടാണ് ഈ റാമ്പ് വന്നിറങ്ങുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഇടത് ഭാഗത്തുള്ളതാണ് റാമ്പ്. ഇത് വന്ന് നേരെ കയറുന്ന നോക്കിയാൽ നിങ്ങൾ ഇതാണ് എടരിക്കോട് തിരൂർ റോഡ്. അവിടെ വന്ന് കറക്റ്റ് കയറണം. ഇവിടുന്ന് ശരിക്കൊരു കുറച്ചൊരു വീതിയില്ല എന്ന് വെച്ചാൽ വീതി ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് നേരെ വലിയ വണ്ടിയൊക്കെ വന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടാവലുണ്ട്. അപ്പം അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ പിന്നീട് ഒരു എക്സിറ്റ് വന്നിരിക്കുന്ന പുതിയതായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കോട്ടക്കൽ ബൈപ്പാസ് കൂടെ നേരെ നമ്മൾ രണ്ടത്താണി ഭാഗത്ത് അപ്പോൾ സ്വാഗതമാട് ഓവർപാസ് ഉണ്ട്. ഈ സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പുതിയതായിട്ട് ഒരു എക്സിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ടൊരു എൻട്രി വന്നിട്ടുണ്ട്. അതും സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞ് ചെനക്കൽ ഭാഗത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഈ നമ്മളെ മമ്മാലിപ്പടി ഓവർപാസിൻ്റെ അവിടുത്തെ ഒരു ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടൊരു എക്സിറ്റ് നേരെ ചെനക്കൽ ഭാഗത്ത്. അപ്പോൾ അവിടുന്ന് എക്സിറ്റ് എടുത്തിട്ട് നേരെ നിങ്ങൾക്ക് കോട്ടക്കൽ ടൗണിലേക്ക് പോകാം ഇവിടെ ഗതാഗതക്കുരുക്കാണെങ്കിൽ. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഈ ചെനക്കിൽ എക്സിറ്റ് ഉണ്ടായിരുന്നില്ല, പുതിയതായിട്ട് വന്നതാണ്. എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ കോട്ടക്കൽ ടൗണിലേക്കും എടരിക്കോട് ഭാഗത്തേക്കും അതുപോലെ തന്നെ ആര്യവശാലയ്ക്കൊക്കെ പോകുന്ന ആളുകൾക്ക് നേരെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പ് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ നേരെ പോയിട്ട് എക്സിറ്റ് എടുക്കുന്നത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടത്താണി കഴിഞ്ഞിട്ട് എക്സിറ്റ് എടുത്തിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് രണ്ടാമത് വന്ന് സ്വാഗതമാട് ഓവർപാസിൻ്റെ മോൾ ഭാഗത്തോടെ കറങ്ങി തിരിഞ്ഞ് പിന്നീട് ചെനക്കൽ വഴി കോട്ടക്കൽ ടൗണിലേക്ക് പോകണം കേട്ടോ. അപ്പം അതിനൊക്കെ ഒരു മാറ്റമാണ് ഈ ഭാഗത്ത് എക്സിറ്റ് വന്നപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് നല്ലൊരു കാര്യം. ഒരു ഭാഗത്ത് എക്സിറ്റും ഒരു ഭാഗത്ത് എൻട്രിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു വലിയൊരു വിഷയമുണ്ട് ഈ ചെനക്കൽ ഭാഗത്ത്. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടത്താണി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള എൻട്രി വരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഇവിടെ ഈ ക്രാഷ് ബാരിയർ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപായിട്ട് എക്സിറ്റ് ഉണ്ട്. പക്ഷേ ആറുവരിപ്പാതിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് കോട്ടക്കൽ ടൗണിലേക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ഈ എക്സിറ്റും എൻട്രിയും അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ട് മിക്കവാറും ഈ ഭാഗത്ത് നമ്മൾ കാണേണ്ടി വരും. ചിലപ്പം പെട്ടെന്ന് എക്സിറ്റ് എടുത്തിട്ട് ഇവർ കയറി വരുന്ന സമയത്ത് എൻട്രി എടുക്കാൻ വേണ്ടി വാഹനം സൈഡിൽ ചേർന്ന് വരുമ്പോഴൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഇവിടെ നമ്മൾ ഇനി കാണേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെ, കാരണം ഈ എൻട്രിയും എക്സിറ്റും അടുപ്പിച്ച് വന്ന് വലിയൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ മറുഭാഗത്ത് അങ്ങനെ വലിയ വിഷയം വരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞാണ് പിന്നീട് എക്സിറ്റ് വരുന്നത് പുതിയതായിട്ട്. ഇതാണ് എൻട്രി. ഇടത് ഭാഗത്ത് കണ്ട് നിങ്ങൾ നമ്മൾ ചെനക്കൽ ഭാഗത്ത് വന്ന് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള എൻട്രി ആണ് ഇവിടെ കാണുന്നത്. ഇത് സർഹിന്ദ് നഗർ ഓവർപാസ് ആണ് ഇത് കേട്ടോ. ഈ സർഹിന്ദ് നഗർ ഒന്നും ആദ്യം ആളുകൾക്ക് അങ്ങനെ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ റോഡിന്റെ നിർമ്മാണം വന്ന് ഒരു ഓവർപാസ് ഒക്കെ വന്നപ്പോഴാണ് സർഹിന്ദ് നഗർ എന്താന്നൊക്കെ മനസ്സിലായത് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ്. ഇപ്പം നമ്മൾ നേരെ രണ്ടത്താണി ഭാഗത്ത് നിന്ന് നേരെ അങ്ങോട്ട് വരിക കേട്ടോ. അപ്പം ഇങ്ങനെ സർവീസ് റോഡ് കൂടെ വരുന്ന സമയത്ത് നമ്മൾ എൻട്രി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റ് കണ്ടോ നിങ്ങൾ. ഇവിടെ തന്നെ നിങ്ങൾ നോക്കി എങ്ങനെയാണ് ഈ എക്സിറ്റ് കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് എൻട്രി വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രണ്ടെണ്ണം അടുപ്പിച്ച് വരുന്ന സമയത്ത് ഇവിടെ മിക്കവാറും വാഹനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലേ. ഇപ്പൊ ഈ ഭാഗത്ത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടത്താണി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ വന്നിട്ട് സർഹിന്ദ് കഴിഞ്ഞിങ്ങനെ വന്നിട്ട് പിന്നീട് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കയറാം. മറ്റേത് ഇവിടെ കയറാൻ പറ്റില്ലായിരുന്നു ഇവർക്ക്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഈ എൻട്രി വന്നപ്പോൾ ഇവിടെ നടന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ഉണ്ടാവും. അത് നിങ്ങൾ ഒന്ന് നോക്കിയിരുന്നോണ്ടേ, കാരണം അത്രത്തോളം അടുത്താണ് ഇതിൻ്റെ ഈ എക്സിറ്റും എൻട്രിയും വരുന്നത്. പക്ഷെ മറുഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മറുഭാഗത്തുള്ളത് വെച്ചാൽ സർവീസ് റോഡ് സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് പിന്നീട് മറ്റേ കോട്ടക്കലിൽ നിന്ന് വരുന്ന റോഡ് ചെനക്കലിൽ നിന്നും നേരെ അങ്ങോട്ട് പിന്നീട് എൻട്രി എടുക്കണം. അപ്പം നല്ലൊരു ഗ്യാപ്പ് ആ ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് വിഷയം വരാൻ പോകുന്നത്. എന്തായാലും വർക്കുകളൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻട്രിയും എക്സിറ്റിൻ്റെ ഒക്കെ ചെറിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം കറങ്ങി തിരിഞ്ഞ് പോകാതെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് ഒരു എക്സിറ്റ് വന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയാണ്, കോഹിനൂർ ഭാഗത്താണ്. അതിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുൻപ് ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി അടുത്ത് വളരെ പ്രാധാന്യമുള്ളൊരു എക്സിറ്റാണ് കോഹിനൂർ ഭാഗത്ത് വന്നിരിക്കുന്നത്. അത് പ്രാധാന്യം എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് കോഹിനൂർ കഴിഞ്ഞിട്ട് നമ്മളെ തേഞ്ഞിപ്പാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിടക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പാലക്കൽ ഭാഗത്തു നിന്നാണ് എക്സിറ്റ് എടുത്തിരുന്നത് ആദ്യം.
ഇപ്പം ഇനി നേരെ പോയി കഴിഞ്ഞിട്ട് കോഹിനൂർ നിങ്ങൾക്ക് എക്സിറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്, നേരെ നമ്മൾ യൂണിവേഴ്സിറ്റി പോകേണ്ട ആളുകൾക്കൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇതിന് മുൻപ് എക്സിറ്റ് എടുത്തിരുന്നത്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് നമ്മൾ സർവീസ് റോഡിൽ കൂടെ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ സംസാരങ്ങളും ചർച്ചകളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ദൂരം സർവീസ് റോഡിലൂടെ പോകാൻ, കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവിടേക്ക് വരുന്ന വൈസ് ചാൻസലറും വരൊക്കെ പിന്നീട് ഇവിടുന്ന് ഇറങ്ങി ഈ ബ്ലോക്കിൽ കൂടെ പോകേണ്ടി വരുന്നൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കോഹിനൂർ ഭാഗത്ത് ഓപ്പണിംഗ് വന്നത് കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വീണ്ടും പേടിക്കണം. കാരണം വിദേശ രാജ്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന മാതിരി തന്നെയാണ് ഈ സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ വരുന്നത്. കാരണം നമ്മൾ ഇടത് ഭാഗം ചേർന്നിട്ടാണ് നമ്മളെപ്പോഴും വാഹനം കൊണ്ട് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വലത് ഭാഗം ചേർന്നിട്ടാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ടാറിട്ട റോഡിൽ കൂടെ നേരെ നല്ല നമ്മൾ ചേളാരി ഭാഗത്തേക്ക് യാത്ര സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഡ്രൈനേജിന് മുകൾ ഭാഗത്തോടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ചേളാരി അണ്ടർപാസ്. ഈ ചേളാരി അണ്ടർപാസിൻ്റെ അവിടെ ഇതിനു മുമ്പ് വലിയൊരു വിഷയം ഉണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെമ്മാട് റോഡിലേക്ക് കയറുന്ന സ്ഥലത്ത് ഭയങ്കരമായൊരു കൺജസ്റ്റഡ് ഏരിയ ആയിരുന്നു. കാരണം ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങൾ പിന്നീട് നാഷണൽ അതോറിറ്റി ഏറ്റെടുത്തിട്ടാണ് ഇതുപോലെ വീതി വെപ്പിച്ചത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നേരെ ചേളാരി ടൗണിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ചേളാരി ടൗണിൽ ഒരു ഓവർപാസ് ഉണ്ട്. പഴയ അലൈൻമെൻറ്റിൽ ആ ഓവർപാസ് ഉണ്ടായിരുന്നില്ല, പുതിയതായിട്ട് ഓവർപാസ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഇവിടെ വലത് ഭാഗത്തായിരുന്നു സംസ്ഥാനത്തെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചു മാറ്റുന്ന വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക, നല്ല പഴയ കാലങ്ങൾ നമുക്ക് ഓർമ്മ വരുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സർവീസ് റോഡ് തന്നെയാണ് ഈ ചേളാരി ഓവർപാസിൻ്റെ അവിടെ ഉള്ളത് കേട്ടോ. കാരണം ഇവിടേക്ക് എങ്ങനെയാണ് വാഹനങ്ങൾ പോകുക എന്ന് തന്നെ അറിയില്ല. കാരണം ഒരു ബസ് നിർത്തി കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ചില ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. പിന്നെ റോഡിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. റോഡിലൊക്കെ അന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിയമം പാസ്സായിട്ടുണ്ടെന്ന്. ഇനി ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഓവർപാസിൻ്റെ മുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നിയമലംഘനം നടന്ന ഒരു എൻട്രിയാണ് ഈ ഭാഗത്തുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതയിൽ കയറാനുള്ള സ്ഥലങ്ങളൊക്കെ അധിക സമയത്തും ഇവിടെ എക്സിറ്റ് ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോഴും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോഴും ആയിക്കൂടെ എക്സിറ്റ് എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് ഞാൻ നേരെ കോഹിനൂർ ഭാഗത്ത് ഒരു എക്സിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തേഞ്ഞിപ്പാലം ഭാഗത്ത് എന്ന് വെച്ചാൽ തേഞ്ഞിപ്പാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് പോകുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് നേരെ എക്സിറ്റ് എടുത്താണ് പോകും. അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ടൂ വീലർമാർക്കൊക്കെ പല സമയത്തും വണ്ടി കയറ്റി പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രാക്ടർ, കാൽനട യാത്രക്കാരൊന്നും ആറുവരിപ്പാതയിൽ കയറാൻ പാടില്ല. ഇപ്പോൾ നോക്കിയാൽ നിങ്ങളൊരു ബൈക്ക്, ഇത് എൻട്രിയാണ്, അവിടെ എക്സിറ്റ് എടുക്കുകയാണ് ബൈക്ക്. ഇതൊക്കെ ആരെടുത്ത് പറയാനാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ യാത്ര സമയത്ത് നമ്മുടെ പാണാമ്പ്ര ഒരു അണ്ടർപാസ് ഉണ്ട്. അതൊക്കെ പുതിയ അണ്ടർപാസ് കേട്ടോ. കാരണം പഴയ അലൈൻമെന്റിൽ അണ്ടർപാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും സർവീസ് റോഡ് കൂടെ യാത്ര റിസ്ക് ഉള്ള യാത്ര. ഇപ്പം നോക്കിയാൽ നിങ്ങൾ ബൈക്ക് വരുന്ന നോക്കിയാൽ നിങ്ങൾ സൈഡിൽ ഇതാ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. അപ്പം നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്, നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. അത് പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. സർവീസ് റോഡ് വീതിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമല്ല. നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ, ഇനി നിയമങ്ങൾ കർശനമായി കഴിഞ്ഞാൽ, ഫൈനുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരുടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഫൈൻ അടക്കിയേ രക്ഷയുള്ളൂ. അപ്പോൾ ഇതാണ് പാണാമ്പ്ര അണ്ടർപാസ് ഉണ്ടാവുക. ഈ പാണാമ്പ്ര അണ്ടർപാസിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെ ജഗതി ശ്രീകുമാറൊക്കെ അപകടത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് പാണാമ്പ്ര എന്നുള്ളത്. ഒരു വലിയൊരു വളവായിരുന്നു. അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നതൊക്കെ. എന്തായാലും പണികളൊക്കെ പൂർത്തീകരിച്ച ശേഷം പിന്നീട് വളവ് എന്നുള്ള സംഭവം. കാരണം ഈ ദേശീയപാത 66 നിർമ്മാണം നടന്ന സമയത്ത് ഇതുപോലെ വലിയ വളവുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ചില സ്ഥലത്ത് വയഡക്റ്റ് നിർമ്മിച്ചിട്ടും അതുപോലെ തന്നെ അണ്ടർപാസ് ഒക്കെ നിർമ്മിച്ചിട്ടാണ് റോഡ് പിന്നീട് പണികൾ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് കോഹിനൂർ ഭാഗത്ത് വന്ന എക്സിറ്റ് ഉള്ളത്. ഇതിന് മുൻപ് ഇവിടെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിരുന്നുണ്ട്. റോഡിൻ്റെ സൈഡ് ഇത് മറ്റേ ക്രാഷ് ബാരിയറും ഡിവൈഡറൊക്കെ ചാടുക. അത് ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ സൈഡിൽ നല്ല ചളി ഉണ്ടാവും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് പുതിയതായിട്ട് വന്ന എക്സിറ്റ് ഉള്ളത്. അപ്പം ഇനി തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകണമെന്നുണ്ടെങ്കിൽ കോഹിനൂർ എക്സിറ്റ് എടുത്ത് നേരെ തേഞ്ഞിപ്പാലം ഓവർപാസ് കഴിഞ്ഞ പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടോ. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് നമ്മളെ ട്രക്ക് ലേബയുള്ള കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള ട്രക്ക് ലേബയുള്ള സ്ഥലം കേട്ടോ. വലിയ ട്രക്ക് ലേബ തന്നെയാണ്. പിന്നെ ഇവിടെ ഇതേമാതിരി തന്നെ സർവീസ് റോഡ് വലിയ പ്രശ്നം തന്നെയാണ്. ഇവിടെ വലതു ഭാഗത്ത് നിങ്ങൾ കണ്ടു, നിങ്ങൾ അതാണ് കോഹിനൂർ ഭാഗമുള്ള സർവീസ് റോഡ്. ഇത് പഴയ റോഡാണ്. അതിൽ കൂടെ വാഹനങ്ങൾ നമ്മൾ നേരത്തെ മുന്നേ വീഡിയോ ഇട്ടിരുന്നു. വിദേശ രാജ്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന മാതിരിയാണ് വാഹനങ്ങൾ അതിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക. ഈ ദേശീയപാത 66 സഞ്ചരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് ആറുവരിപ്പാതയാണ്, ലൈൻ ട്രാഫിക് നിർബന്ധമായിട്ട് പാലിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻട്രിയും എക്സിറ്റും എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ സൈഡിലുള്ള ലൈനിൽ കൂടെ പോരണം കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
പിന്നെ അതുപോലെ തന്നെ മുമ്പിലുള്ള വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിറർ നോക്കുക, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട് വേണം ഓവർടേക്ക് ചെയ്തിട്ട് വീണ്ടും മിറർ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് വേണം വീണ്ടും പഴയ ട്രാക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ആക്കിയ എൻട്രിയും എക്സിറ്റിന്റെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ രണ്ടത്താണി ഭാഗത്ത് FOBന്റെ വർക്കുകൾ നല്ല വേഗതയിൽ പുരോഗമിക്കുന്നുണ്ട്. ഏകദേശം ഓഗസ്റ്റ് മാസം നമ്മളത്തേക്കും അതിന്റെ പണികൾ പൂർത്തിയാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.